അയ്യോ, പെട്ടെന്ന് എന്നെ വിടല്ലേ. വീഴാതെ നീ എന്നെ പിടിച്ചിട്ട് പിന്നെ എന്നെ തള്ളിയിട്ട പോലെ. ഇതെല്ലാം കേട്ടോണ്ടാണോ വന്നത്? ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ അഡ്മിൻ ആയിട്ടിരിക്കുമ്പോ ഇതൊക്കെ എന്റെ കടമയല്ലേ ബോസ്? ഞാൻ ഇവന് വേണ്ടി നല്ലത് വിചാരിച്ച് വീഴുന്ന കണ്ടീഷൻ വരെ റിസ്ക് എടുത്തു കഴിഞ്ഞപ്പം ഇവൻ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചത് മാത്രം. ചിരിച്ചെങ്കിലും ആ നോണക്കുഴി മാത്രം ഒന്ന് കാണാൻ പറ്റില്ല. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോകുന്നു. ബോസ്, നിങ്ങളുടെ മനസ്സ് ഇത്രയും വൃത്തിയായിട്ട് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. നിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല അല്ലേ? നിന്റെ ഡ്രസ് അവിടെ കുടുങ്ങി കിടക്കുക. വേദാന്ത്, നിനക്ക് എന്താടാ പറ്റിയേ? ഡാമിറ്റ്. എവിടെ പോയാലും എന്നെ നാണം കെടുത്താൻ വേണ്ടി വന്നോളും. ഒരു മര്യാദയില്ലാത്തൊരു കുടുംബം. ഇന്ന് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് എൻട്രി കിട്ടാൻ പോകുന്നില്ല. സർ, അമൂല്യയില്ലേ ആദ്യ ഓർഗാനിക്സിന്റെ അഡ്മിൻ? അതിന്റെ ചേച്ചിയാ. ചേച്ചി നേരത്തെ വന്നു. ഞാനും എന്റെ ചേച്ചിയും അനിയത്തിയും ഒക്കെ ഓഫീസിൽ വന്നിരുന്നില്ലേ? വേദാന്തില്ലേ, അതെന്റെ ചേട്ടനായിട്ട് വരും. ആരും ക്ഷണിക്കാതെ ഞങ്ങള് ഇങ്ങനെ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത്തരം കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയാ ഞങ്ങളെപ്പോലുള്ള സെക്യൂരിറ്റീസിനെ ഇവിടെ വെച്ചിട്ടുള്ളത്. നോക്ക്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേർന്ന് വെച്ച് ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഇൻവിറ്റേഷൻ കാണിക്കേ. ചുമ്മാ ഇവിടെ കിടന്ന് ഷോ കാണിക്കാൻ നിൽക്കണ്ട. വാടകയ്ക്ക് ഡ്രസ് കൊടുത്ത് വന്നോളും ഭക്ഷണം വെട്ടി വിഴുങ്ങാനായിട്ട്. ഇത് ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾക്ക് ഭക്ഷണത്തിനോടൊന്നും യാതൊരു ആർത്തിയുമില്ല. അതിന്റെ ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. നോക്ക്, VIP-കളൊക്കെ വരാനുള്ളതാ. ഇവിടെ ഇങ്ങനെ ബഹളം വെക്കാൻ നിൽക്കരുത്. പുറത്തു പോകാനാ പറഞ്ഞേ. മുതിർന്നവരോട് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമാവില്ലേ? വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നോ? അയ്യോ, സാർ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊന്നും കണ്ടില്ല എന്നാണോ തന്റെ വിചാരം? അതല്ല സാർ, ഊണ് കഴിക്കാനായിട്ട് മാത്രം വരുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കടത്തിവിടരുതെന്ന് മാഡം പറഞ്ഞു.
ഇവരുടെ കയ്യിൽ ഇൻവിറ്റേഷൻ പോലും ഇല്ല. ഒരു മകൻ നടത്തുന്ന പാർട്ടിക്ക് അവന്റെ അച്ഛനും അമ്മയ്ക്ക് ഇൻവിറ്റേഷൻ വേണോടോ? ഇവരാരോന്നറിയോ തനിക്ക്? ഇവരെന്റെ അച്ഛനും അമ്മയോ? വീട്ടിലുള്ളവരോട് ഇങ്ങനെ പെരുമാറാൻ നാണമില്ലേ തനിക്ക്? സോറി സാർ, ഞാൻ റൂൾസ് മാത്രമേ ഫോളോ ചെയ്തുള്ളൂ. ജസ്റ്റ് ഷട്ട് അപ്പ്. എന്ത് റൂൾസിനെ പറ്റിയാ താനീ പറയുന്നേ? റൂൾസിനെക്കാളും തന്റെ തലയിലുള്ളത് മറ്റുള്ളവർ തന്ന ഉപദേശമാ. താൻ പറയുന്ന ഈ റൂൾസിനെക്കാളും മനുഷ്യത്വം എന്താന്ന് പഠിക്കാദ്യം. ഉള്ളിൽ അല്പം മനുഷ്യത്വം ഉണ്ടെങ്കിലേ അവിടെ സ്നേഹം ഉണ്ടാകൂ. മനുഷ്യരെ റെസ്ട്രിക്ട് ചെയ്യേണ്ടത് നിയമങ്ങൾ കൊണ്ടല്ല, അത് മനസ്സിലാക്ക്. മനുഷ്യത്വം വേണം, പിന്നെ സ്നേഹവും. പക്ഷേ ഞങ്ങളോട് മേഡം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നോട് തർക്കിക്കാൻ വരണ്ട. റൂൾസ് കോമൺ ആയിരിക്കണം, അത് എല്ലാവർക്കും ബാധകമാണ്. അതിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസം കൂടാതെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലാതെ ബലം പ്രയോഗിക്കുകയല്ല വേണ്ടത്. താനക്കുട്ടിയെ തള്ളിയപ്പോ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഇവരാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിയിലേക്ക് ചോദിക്കണമായിരുന്നു. അവരത് പറഞ്ഞിട്ടും താൻ വിശ്വസിച്ചില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിക്കണം. ആ മാനേഴ്സ് താൻ കാണിച്ചോ? സോറി സാർ. താൻ പറയുന്ന ഈ റൂൾസ് കൊണ്ടൊന്നും മനുഷ്യർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഒരു സിസ്റ്റം നന്നായി മുന്നോട്ട് പോകാനാണ് ഈ റൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതെന്റെ അവസാനത്തെ വാണിംഗ് ആണ്. ഇനി ഒരിക്കലും സ്റ്റാറ്റസ് കമ്പയർ ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ഇനി താൻ എന്നാലും ഇതുപോലെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാ ഞാൻ വെറുതെ ഇരിക്കില്ല. ദയവായി എല്ലാവരും ക്ഷമിക്കണം, ഞാൻ വരാൻ കുറച്ച് ലേറ്റായി പോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് സോറി. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞങ്ങള് മിഡിൽ ക്ലാസ് അല്ലേ മോനെ, ഇതൊന്നും ഒരു പുതുമയൊന്നുമല്ല. എന്നാ ശരിയായ സമയത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചല്ലോ, അത് മതി. താങ്ക് യു ചേട്ടാ. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയതാ. ഞങ്ങളാണെങ്കിൽ ഇൻവിറ്റേഷൻ കൊണ്ടുവന്നുമില്ല. എന്തേ കാണിക്കുന്നേ? ഇവിടെ എല്ലാരും ഉണ്ട്. ശരിയാണ്, എല്ലാരും ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടേക്ക് ആരും വരില്ല. ഇന്നത്തെ പാർട്ടി എന്റെ കൺട്രോളായതുകൊണ്ട് ഇവിടേക്ക് ആരും വരരുതെന്ന് ഞാൻ പ്രത്യേക ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് വറി. ആരതി, നിന്നെ കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ? ഞാൻ ഇങ്ങനെയുള്ള സാരി ഒന്നും ഉടുത്തിട്ടില്ല, അറിയോ? ദേട്ടത്തിയമ്മ തന്ന. നീ ഇന്ന് ഈ സാരി എടുത്തോണ്ട് മാത്രമല്ല സുന്ദരിയായിട്ടുള്ളത്, നീ എല്ലായ്പ്പോഴും സുന്ദരി തന്നെയാണ്. നീ എങ്ങനെ ഇരുന്നാലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇങ്ങനെ തന്നെ വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പക്ഷെ ഇതൊരു പാർട്ടിയല്ലേ, അതുകൊണ്ടായിരിക്കും ആദ്യം നിനക്ക് കൊടുത്തയച്ചേ. ഇപ്പൊ മുതൽ നീ ആരതി വിക്രാന്ത് മേനോനാ. ബട്ട് നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോ നീ അങ്ങനെയാവണം എങ്ങനെയാവണമെന്നൊന്നും എനിക്കില്ല. നീ ാണ് സംഭവിച്ചതെല്ലാം എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നുന്നു. നീ സൂപ്പറാടോ. ഈ സന്തോഷത്തിന് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കാം, കറക്റ്റായിട്ട് ഉത്തരം പറയണം. അതിനുവേണ്ടി ഞാൻ കുറെ ദിവസമായിട്ട് ക്യൂരിയസ് ആയി കാത്തിരിക്കാം.
ശരി പറയേ. ഐ ലവ് യു ആരതി. മീ ടു. മീ ടു. ഒന്ന് വെറുതെ ഇരിക്ക്. ലവ് യു. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഞാൻ നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. അമൂല്യ, ഇത് സിനിമാ തിയേറ്റർ അല്ല, ഒന്ന് അടങ്ങിയിരിക്കും. നിന്റെ എക്സൈറ്റ്മെന്റ് മനസ്സിലാവും, പക്ഷെ അതിനുള്ള സമയം ഇതല്ല മോളെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലാ വർഷവും ഞങ്ങൾ ഈ പാർട്ടി നടത്താറുണ്ട്. ഞാനിതിനെ പാർട്ടി എന്നതിലുപരി ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. ഈ ഫാമിലി ഗെറ്റ് ടുഗദർ ഇത്രയും നന്നായി നടക്കാനുള്ള കാരണം എന്റെ ഈ ഫാമിലിയാണ്. എന്റെ ഫാമിലി പോലെ തന്നെയാണ് എനിക്ക് എന്റെ ഈ എംപ്ലോയീസും സ്റ്റാഫ്സും എല്ലാം. അവരോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കമ്പനിയെ പറ്റി നന്നായിട്ട് അറിയാം. വേദാന്ത് വെഞ്ചേഴ്സ് ഇന്ന് കാണുന്ന നിലയിൽ എത്തിയിരിക്കുന്നത് എന്റെ ഈ വളർച്ചയ്ക്ക് എല്ലാം കാരണക്കാരായിട്ടുള്ളത് എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എന്റെ സ്റ്റാഫ്സ്, പിന്നെ എംപ്ലോയീസ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വർഷവും എന്റെ എംപ്ലോയീസിന് ഗിഫ്റ്റ് കൊടുത്ത് പാർട്ടി നടത്തുന്നത്. ഇതൊരു ഒഫീഷ്യൽ പാർട്ടിയൊന്നുമല്ല, കാരണം ഇവിടെ എന്റെ കമ്പനീസിലെ എംപ്ലോയീസിന്റെ കുടുംബങ്ങളും ഉണ്ട്. എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അവരുടെ പാർട്ട്നേഴ്സ് ഒരുപാട് സാക്രിഫൈസും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ സക്സസിന് എന്റെ കമ്പനിയിലെ സ്റ്റാഫ്സിന്റെയും എംപ്ലോയീസിന്റെയും കുടുംബങ്ങൾ കൂടിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിനേക്കാൾ ഉപരി സന്തോഷമുണ്ട്. ഇതെന്റെ പേഴ്സണൽ ഫാമിലിയും എന്റെ കമ്പനി ഫാമിലിയും കൂടി ചേരുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിതിനെ ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത്. നല്ല സൂപ്പറായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. കുറച്ച് ബുദ്ധിയൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്കുള്ളത് 2 കുടുംബങ്ങളാണ്. സോ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു കുടുംബം കൂടെ ചേരാൻ പോകുന്നു. ഈ കാര്യം അനൗൺസ് ചെയ്യുമ്പോഴാണ് ഈ പാർട്ടി അല്ല ഈ ഗെറ്റ് ടുഗദർ വളരെ മനോഹരമാവുന്നത്. എന്റെ അനിയൻ വിക്രാന്ത് മേനോൻ ആദ്യ ഓർഗാനിക്സിന്റെ CEO സിദ്ധാർത്ഥിന്റെ അനിയത്തി ആരതിയുമായി കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. സോ ആരതി ഈ ഫാമിലിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ നിൽക്കുന്ന ആരതിയെ വിക്രാന്ത് കല്യാണം കഴിക്കുന്നതോടുകൂടി എനിക്കൊരു അനിയത്തി കൂടെ കിട്ടി. വിക്രാന്തിന് ഈ ലോകത്തെ എവിടെ പോയി പെണ്ണ് നോക്കിയാലും ഈ ആരതിയേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടില്ല എന്ന് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയും.
ആരതിയെ എന്റെ ഫാമിലിയിലേക്ക് സന്തോഷത്തോടു കൂടെ അയക്കുന്ന ആ കുടുംബത്തിനും നിങ്ങളൊരു വലിയ കൈയടി കൊടുക്കണം. ആൻഡ് ബൈ ദ വേ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ആരതി മറ്റാരുമല്ല, നമ്മുടെ ആദ്യ ഓർഗാനിക്സിന്റെ അഡ്മിൻ ആയിട്ടുള്ള അമൂല്യയുടെ ചേച്ചിയാണ്. എന്റെ കമ്പനി എംപ്ലോയീസ് ആയ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കമ്പനി ആഗ്രഹിക്കുന്നു. നമ്മുടെ കമ്പനി ഓരോരുത്തരുടെയും ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഓരോ നിമിഷവും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ചേഞ്ചസ് വരുത്താനുണ്ട്. ഇൻഫാക്ട് കമ്പനി മാനേജ്മെന്റ് പഴയതിലും ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയുന്നതിലും എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടല്ലേ ആരോ പറഞ്ഞിട്ടുള്ളത്, പെണ്ണൊന്ന് മനസ്സ് വെച്ചാ ഈ ലോകം മുഴുവൻ മാറി മറിയുമെന്ന്. ഈ പാർട്ടിക്ക് വേണ്ട ഓരോ ചെറിയ ഡീറ്റെയിൽസ് പോലും എനിക്ക് ഇഷ്ടമുള്ള പോലെ നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചു. വെൽ ഡൺ അമൂല്യ. അപ്പോ ചെറുതായിട്ടൊന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും ഇവൻ കേട്ടോ? ഇത് കുറച്ച് കൂടുതലാ. ഇവിടെ ഇവളെ കുറിച്ച് മാത്രം സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നമ്മളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടേ ഇല്ലേ? പാർട്ടി എന്ന് പറയുമ്പോൾ വെറും സ്പീച്ചിൽ ഒതുക്കുന്നില്ല, എന്റർടൈൻമെന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ വർഷത്തെയും പോലെ. പ്ലീസ് എൻജോയ് ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്സ്. ഫുഡ് കഴിക്കുന്നതിന് മുൻപ് ആരും നിങ്ങളുടെ ഗിഫ്റ്റ് എടുക്കാൻ മറന്നു പോവരുത്. താങ്ക് യു. ശാരിക, നീ എന്തായി കാണിക്കുന്നത്? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ വലിച്ചുകൊണ്ട് വരുന്നു. ഞാൻ ആരാണെന്നുള്ള കാര്യമൊക്കെ നീ മറന്നുപോയോ? പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഞാൻ? ഇന്നിവിടെ നടന്നതൊക്കെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കണമായിരുന്നോ? അതോ ഞാനും കൈയടിച്ച് കൂടെ നിൽക്കണമായിരുന്നോ? ആന്റി എന്നെ ചേർത്ത് നിർത്തി നീയാണ് എന്റെ മരുമകളെന്ന് പറഞ്ഞപ്പോ ഞാൻ എത്ര സന്തോഷിച്ചതാണെന്ന് അറിയൂ. ഇപ്പോൾ അത് അസാധ്യമാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. പോരാത്തേന് നിങ്ങൾ എന്റെ കോളിന് പോലും മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ ആന്റി. എൻഗേജ്മെന്റ് കഴിഞ്ഞത് എന്റെ അറിവോടെയൊന്നും അല്ല. നിനക്കതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നു? ഓഫീസിൽ ഇവരുടെയൊക്കെ ഇടയിലുണ്ടായിരുന്ന വ്യക്തി നീയാ. നീ പോലും അറിയാതെ ഇങ്ങനെയൊക്കെ നടന്നെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ ഇതറിയുന്നത്? എനിക്കറിയാത്തതുകൊണ്ടാ ഇത്രയൊക്കെ നടന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ സമ്മതിക്കുമായിരുന്നോ? ഡോണ്ട് വറി. ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്നും ചിന്തിച്ചു കൂട്ടി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ നോക്കരുത്. ഈ കല്യാണം നടത്താതിരിക്കാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ടെന്നാണ്? ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇതിനൊക്കെ സമ്മതിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാനാണ്? വെറുതെ ഒന്നുമല്ല എന്റെ അമ്മ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതിന് തക്കതായ റീസൺ ഉണ്ട്. അത് നീ മനസ്സിലാക്ക്. ഇത്രയൊക്കെ സംഭവിച്ച ശേഷവും ഇനി ആരോ എന്തോ വന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞ് എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചത്ര മോശമൊന്നുമല്ല. നീ വളരെ നല്ല ആളാ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ അങ്ങനെയൊന്നും വിളിക്കില്ല.
നീ ചെയ്ത നല്ല കാര്യത്തിന് എന്റെ വകയുള്ള ഗിഫ്റ്റ് ഇത്. അല്ല, ഒരിക്കലും ഒരു ബോസും സ്വന്തം എംപ്ലോയീസ് ചെയ്ത കാര്യം ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയില്ല, ഒരിക്കലും പറയില്ല. എന്നാ ഇവൻ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച്, അതുമാത്രല്ല അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോ അവർക്കും എന്നെ ഓർത്ത് അഭിമാനം തോന്നിക്കാണും. സാരില്ല, ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ കാണിച്ചാലും തലയ്ക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതിനേക്കാളും കൂടുതലായിട്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നാണക്കേടും ഉണ്ടാവാതെ ഇവൻ എപ്പോഴും അവരെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. He's so sweet. അമൂല്യ, അമൂല്യ, കൺട്രോൾ കൺട്രോൾ. നീ റൗഡി ബേബിയാണെന്നുള്ള കാര്യം മറക്കല്ലേ. വേദാന്തിനെ എനിക്ക് ശരിക്കറിയാം മോനെ. ഞാൻ ഇവിടെയാ ജോലി ചെയ്തിരുന്നേ. എന്റെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല. അതുകൊണ്ട് എന്തെങ്കിലും സഹായം ചോദിക്കാൻ വന്നതാ. ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്കൊന്ന് വിടും മോനെ. നിങ്ങളെ ആരാ അകത്തേക്ക് കടത്തിവിട്ടത്? വേദാന്ത് മേനോൻ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങൾ കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളെ ബോസിന് ഒരു പരിചയവും ഇല്ല. ഞാൻ എന്തിനാ മോനെ കള്ളം പറയുന്നേ? വേദാന്ത് സാറിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീധർ സാറിനെ എനിക്കറിയാം. ശ്രീധർ സാറ് കമ്പനി തുടങ്ങിയ സമയത്ത് ഞാൻ അവിടെ ജോലിക്ക് കയറിയതാ. പിന്നെ വേദാന്ത് സാറിന്റെ കമ്പനിയിലേക്ക് മാറി. എന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ് മോനെ. വെറുതെ ഡ്രാമ കളിച്ച് ഞങ്ങളുടെ സമയങ്ങളല്ലേ. നിങ്ങൾക്ക് വേദാന്ത് സാറിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഓഫീസിലാണ് പോകേണ്ടത്, അല്ലാതെ ഇവിടേക്കല്ല വരേണ്ടത്. ഇന്നലെ മിനിങ്ങാന്ന് ഞാൻ ഓഫീസിൽ പോയിരുന്നു. വേദാന്ത് സാർ അവിടെ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു. ഇന്നിവിടെ പാർട്ടിയുള്ള കാര്യം എനിക്കറിയാം. ഇത് എല്ലാ വർഷവും നടത്തി വരുന്ന പാർട്ടിയാ. അതുകൊണ്ട് ഉറപ്പായിട്ടും അദ്ദേഹം ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് വന്നത്. എനിക്ക് അദ്ദേഹത്തോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനൊന്ന് പറഞ്ഞു വിടാമോ? മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ? ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പുറത്തു പോകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച് പുറത്താക്കും. എന്തടി എന്റെ വിക്കി? ആരതേ, എന്ത് ഭംഗിയാടൊന്ന് തന്നെ കാണാൻ. നിന്നെ സ്റ്റേജിൽ വെച്ച് കണ്ടപ്പോ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉമ്മാരാണ് തോന്നി. എന്റെ അമ്മേ, അങ്ങനെ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ച ദൈവത്തിന് എന്റെ വക 101 കോടി നമസ്കാരം ഞാൻ കൊടുക്കും. എനിക്ക് ബുദ്ധി എന്ന ദൈവമൊന്നുമല്ല. ആ സ്റ്റേജില് എന്റെ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാ അടങ്ങിയിരുന്നേ. അങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാ എന്നെ അടിച്ച് ഓടിക്കോടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിന് ഞാൻ ഉറപ്പായിട്ടും വേദാന്ത് ചേട്ടന്റെ പേരിൽ ഒരു പൂജ ചെയ്യും. എന്റെ ദൈവമേ, ഇതിനും കൂടെ നേർച്ച ചെയ്ത് എങ്ങനെയാ? അല്ല, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റ് ബെഡ്റൂമിലോട്ട് തന്നെ വരുമോ, അതോ വേറെ എന്തെങ്കിലും പൂജയുണ്ടെന്ന് പറഞ്ഞു പോവോ? എപ്പ എന്ത് സംസാരിക്കണം ഒരു ബോധമില്ലേ വിക്കിക്ക്? സോറി, ആ ഒരു ഫ്ലോയിൽ വന്നതാ. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇത് പാർട്ടിയാ, ഇവിടെ ഒന്നിനും നാണം വിചാരിച്ച് നിക്കല്ലേ. ഫുൾ എൻജോയ് ചെയ്തേക്ക്. പറയ്, ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണ്ടേ? എനിക്കൊരു സഹായം വേണ്ട. അച്ഛനും അമ്മയ്ക്കും സ്നാക്ക് എടുക്കാൻ വന്നതാ. കുട്ടികൾക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ വിക്കി സഹായം ചെയ്യും. അയ്യോ, പ്രൈവറ്റ് പാർട്ടിയൊക്കെ കഴിഞ്ഞതല്ലേ. ഇവരിനി ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യാനാ? നിങ്ങളോട് മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അല്ല, ജനാർദ്ദൻ ചേട്ടനോ? എത്ര നാളായല്ലേ കണ്ടിട്ട്? വേദാന്ത് സാറേ, നിങ്ങൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് സാറേ. ഇത്ര വർഷം ചേട്ടൻ എവിടെയായിരുന്നു? എന്താ കാര്യം? വരേണ്ടതായ ഒരു ഗതികേട് വന്നുപോയി സാറേ. ഞാൻ ഇവിടേക്ക് വന്ന് നിങ്ങളോട് ഭിക്ഷ യാചിക്കുകയാണ് സാറേ. എന്നോട് വിഷമം തോന്നരുത്.